ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹിന്ദു പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുമുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസുകൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒത്തിരി പേര് ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ആ വാച്ച് ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ വീഡിയോസിന്റെ റീച്ച് കൂടാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയറും കൂടെ ചെയ്താൽ നല്ലതായിരുന്നു. അത്ര എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഇഷ്ടം, ഞാൻ അങ്ങനെ നിർബന്ധിക്കുന്നതൊന്നുമില്ല. അപ്പോൾ എന്തായാലും അത് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും അങ്ങനെ വീഡിയോയിൽ പറയാറൊന്നുമില്ല. നിങ്ങൾ ഷെയർ ചെയ്താൽ എൻ്റെ റീച്ച് കൂടുമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ നമ്മൾ ഇത്രയും പെയിൻ എടുത്ത് ചെയ്യുന്നത് ആയപ്പോൾ കുറച്ചുകൂടെ ഒരു പോപ്പുലാരിറ്റി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് 40 ഇന്ത്യൻസ് among 49 വർക്കേഴ്സ് കിൽഡ് ഇൻ കുവൈറ്റ് ഇൻഫെർണോ എന്നൊരു ന്യൂസ്. ഇൻഫെർണോസ്, ഈ വൻ തീപിടുത്തങ്ങൾ, ഇൻഫെർണോ എന്ന് പറഞ്ഞാൽ വലിയ തീപിടുത്തങ്ങളെയാണ് പറയുന്നത്. ഈ ഇൻഫെർണോസ് നമ്മൾ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് വെച്ച് നമ്മുടെ ഗുജറാത്തില്, അതുപോലെ പിന്നീട് അതിന് ഡൽഹിയിൽ ഏതാണ്ട് ഒരേ സമയത്താണ് ഇത് രണ്ട് ഇന്ത്യയിലുണ്ടായത്. ഇപ്പൊ കുവൈറ്റില് ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 49 ആൾക്കാർ മരിച്ചു. ഒരു 40 പേരും ഇന്ത്യൻസ് ആണ്. അതിൽ മെജോറിറ്റി മലയാളീസ് ആണ്. ഇറ്റ്സ് എ ബിഗ് ട്രാജഡി. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൾ അറൌണ്ട് ദ വേൾഡ്. അത് ബിക്കോസ് ഓഫ് നെഗ്ലക്ട് ബൈ അതോറിറ്റീസ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ എന്താ പറയുന്ന നെഗ്ലിജിയൻസ് മൂലമാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നുള്ളത്. വളരെ പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും കുവൈറ്റിലാണ്, ഗൾഫ് GCC ഒരു കൺട്രിയാണ് കുവൈറ്റ് എന്നുള്ള. GCC എന്താണ്? ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ. GCC എന്താണ്? ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ. അതിൽ UAE-യും സൗദിയും ഖത്തറും ബഹ്റിനും ഒമാനും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് GCC എന്ന് പറയുന്നത്. സൗദി അറേബ്യ ഒക്കെ ഉള്ള ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അതിലൊരു രാജ്യമാണ് കുവൈറ്റ്. ഓക്കെ, അതുപോലെ വേറൊരു വലിയ ന്യൂസ് ഉള്ളത്, നായിഡുസ് ബാക്ക് ആസ് AP ചീഫ് മിനിസ്റ്റർ. ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ ഇതിനെ കുറിച്ചാണ്. ചന്ദ്രബാബു നായിഡു, for the record, fourth time he took oath as the chief minister of Andhra Pradesh. He is the chief minister of Andhra Pradesh currently. ഈ അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശിൽ അദ്ദേഹം 2 times ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്നു. അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശിൽ ഇപ്പൊ റെസിഡ്യൂൽ ആന്ധ്രാപ്രദേശ്, ആഫ്റ്റർ പാർട്ടീഷൻ ഓഫ് ആന്ധ്രാപ്രദേശ് ഇൻടു തെലങ്കാന ആൻഡ് റെസിഡ്യൂൽ ആന്ധ്രാപ്രദേശ്, he won the position of chief minister in റെസിഡ്യൂൽ ആന്ധ്രാപ്രദേശ് 2 times. അപ്പൊ ഇവിടെ ഇപ്പോഴും ഈ ചീഫ് മിനിസ്റ്റർ അദ്ദേഹമാണ്. മുമ്പൊരിക്കൽ അദ്ദേഹം റെസിഡ്യൂൽ ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ട്. അതിന് മുമ്പ് 2 times അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ അദ്ദേഹം ആയിട്ടുണ്ട്. അപ്പം 4 times he became the chief minister of ആന്ധ്രാപ്രദേശ്. അതുപോലെ മിക്കവാറും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പവൻ കല്യാണൊക്കെ ആയിരിക്കും. അതിന്റെ കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പം നായിഡു, ചന്ദ്രബാബു നായിഡു. അതുപോലെ ഒഡീഷയുടെ ഫസ്റ്റ് BJP ചീഫ് മിനിസ്റ്റർ എന്നുള്ളതാണ് മോഹൻ മജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒഡീഷയുടെ ഫസ്റ്റ് BJP ചീഫ് മിനിസ്റ്റർ. BJPയുടെ ചീഫ് മിനിസ്റ്റർ ഒരിക്കലും ഒഡീഷയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് ഒരു റിലീഫ് കിട്ടുന്ന, BJPക്ക് വലിയ തിരിച്ചടിയാണ്. അവരുടെ ഹിന്ദി ഹാർട്ട്ലാൻഡിലെ സ്ട്രോങ് ഹോൾഡ്സിലെല്ലാം കിട്ടിയത്. ഉത്തർപ്രദേശിലും ബീഹാറിൽ അവർക്ക് വിജയമാണ് കിട്ടിയത്. ഉത്തർപ്രദേശിലും ഹരിയാനയിലും പഞ്ചാബിലും രാജസ്ഥാനിലും ഒക്കെ അവർക്ക് കിട്ടിയത്. പക്ഷേ അവർക്കൊരു കുറച്ച് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ അൺചാർട്ടേഡ് ആയിട്ടുള്ള ടെറിട്ടറീസ്, അവരുടെ സ്ട്രോങ് ഹോൾഡ്സ് അല്ലാത്ത ചില സ്ഥലങ്ങളിൽ അവർ ഭരണം പിടിച്ചെടുക്കുകയോ പ്രസൻസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്താണ്. ഒഡീഷ വാസ് നെവർ വൺ ബൈ BJP previously, but this time Odisha was won by BJP handsomely in the Lok Sabha election and also in the Legislative Assembly election. After the Legislative Assembly election, BJP selected Mohan Maji as the chief minister of Odisha. He also took oath yesterday in the presence of Narendra Modi and a battery of NDA ministers. Okay. പിന്നീട് പറയാനുള്ളത് വേറെ കാര്യം, ഫ്രണ്ട് പേജിൽ വേറെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാല് ഇത് പറയാനുണ്ട്. ലോക്സഭ സെഷൻ ഫ്രം June 20 for MPs to take oath. ലോക്സഭ 18th ലോക്സഭയുടെ പുതിയ സെഷൻ, 18th ലോക്സഭയുടെ ഫസ്റ്റ് സെഷൻ, 18ാം ലോക്സഭയുടെ ആദ്യത്തെ സെഷൻ ഈ June 24 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ സെഷന്റെ ആദ്യത്തെ ജോലി എന്തായിരിക്കും? സെഷനിലെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ വൺസ് എ ന്യൂ ലോക്സഭ is formed, the first function in that Lok Sabha will be the speech of President of India. As per the Constitution of India, first address is by President of India. അപ്പം ദ്രൗപദി മുർമു ലോക്സഭയെ അഭിസംബോധന ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ആദ്യം എനിക്ക് തോന്നുന്നു ഇതാണ് സ്പീക്കർ ഇലക്ഷൻ ആണെന്ന് തോന്നുന്നു. ആദ്യം സ്പീക്കർ ഇലക്ഷൻ ആണ്. ആദ്യം പ്രോടൈം സ്പീക്കറിനെ സെലക്ട് ചെയ്യും. പ്രോടൈം സ്പീക്കറിനെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അതിനുശേഷം സ്പീക്കറിനെ ഇലക്ട് ചെയ്യും. എല്ലാ MP-മാരോട് ചേർന്ന് സ്പീക്കറിനെ ഇലക്ട് ചെയ്യും. അതിനുശേഷമാണെന്ന് തോന്നുന്നു പ്രസിഡന്റിന്റെ അഡ്രസ്. എന്തായാലും ഫസ്റ്റ് കാര്യപരിപാടി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ അഡ്രസ് ആണ്. 18th ലോക്സഭയുടെ ഫസ്റ്റ് സെഷൻ June 24 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് അതുപോലെ
പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് ഈ പറഞ്ഞ സെഷൻസ് ഒക്കെ വിളിച്ചുകൂട്ടുന്ന പ്രസിഡന്റ് ആണ്. അത് പഠിച്ചു വെച്ചാണ്. ഒരു പുതിയ സെഷൻ, പാർലമെന്റിന്റെ ഒരു പുതിയ സെഷൻ വിളിച്ചുകൂട്ടുന്ന ആരാണെന്ന് അറിഞ്ഞിരിക്കണം. അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. സെഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 3 സെഷൻ അല്ലേ ഉള്ളത്. ഇന്ത്യൻ പാർലമെന്റിന് എത്ര സെഷൻസ് ആണുള്ളത്? നമ്മുടെ സ്കൂളിലെ പിള്ളേർക്ക് ഓണം പരീക്ഷയ്ക്ക് മുമ്പായിട്ടൊരു ഒരു ഇത്, അതിനുശേഷം ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് പിന്നെ ഫൈനൽ എക്സാം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇന്ത്യൻ പാർലമെന്റിന് 3 സെഷൻസ് ആണ്. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ് സെഷൻ ആണ്. ബഡ്ജറ്റ് സെഷൻ. സെക്കൻഡ് സെഷൻ ഈസ് മൺസൂൺ സെഷൻ, വിന്റർ സെഷൻ. ആൻഡ് ദ ലാസ്റ്റ് സെഷൻ ഈസ് പറഞ്ഞെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെഷൻ ബഡ്ജറ്റ് സെഷൻ. സെക്കൻഡ് സെഷൻ മൺസൂൺ സെഷൻ. സെക്കൻഡ് സെഷൻ ഏതാണ്? മൺസൂൺ സെഷൻ. തേർഡ് സെഷൻ വിന്റർ സെഷൻ. ഇങ്ങനെ 3 സെഷനാണ് ഇന്ത്യൻ പാർലമെന്റ് ഉള്ളത്. അപ്പൊ ഈ സെഷൻസ് ഒക്കെ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ കിരൺ റിജ്ജു ആണ്. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? കിരൺ റിജ്ജു. ഇന്ത്യയുടെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ഭഗവത് മന്റെ ഒരു ഫോട്ടോ ഒക്കെ കാണാം. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭഗവത് മൻ. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഇന്ത്യയിലെ 2 സ്ഥലങ്ങളാണ്. ഒന്ന് ഡൽഹിയും വേറൊന്ന് പഞ്ചാബും. ആം ആദ്മി പാർട്ടി, അരവിന്ദ് കെജ്രിവാൾ, ഇപ്പൊ ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററും ആം ആദ്മി പാർട്ടിയുടെ ഫൗണ്ടറും. ദ സെക്കൻഡ് സ്റ്റേറ്റ് ദേ വൺ ആഫ്റ്റർ ഡൽഹി ഈസ് പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ ആണ് ഭഗവത് മൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോ ഇവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോഴും ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഹൈ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. അഗെയിൻ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ. ഇഫ് യു go through Hindu newspapers of last 1 month, you can see every day there will be at least one editorial from the political section. Okay, അപ്പം അത് ഇപ്പൊ ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ടാണ്. ഇനിയിപ്പം എല്ലാം കഴിഞ്ഞു, മിക്കവാറും ഇനി അങ്ങോട്ട് വലിയ പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ ഒന്നും കാണത്തില്ല. ഈ ഹൈ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയല് ചന്ദ്രബാബു നായിഡുവിനെ കുറിച്ചാണ്. ചന്ദ്രബാബു നായിഡു ഒരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഒരു 5 years ബ്രേക്കിന് ശേഷം വീണ്ടും ആന്ധ്രയിൽ അധികാരത്തിൽ വരികയാണ്. 4th ടൈം. അതൊരു റെക്കോർഡാണ്. 4 തവണ ആന്ധ്രയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഒരാൾ വരുന്നത്. തെലുങ്കുദേശം പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് കരുതി അദ്ദേഹം ഒറ്റയ്ക്കല്ല അധികാരത്തിൽ വരുന്നത്. ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാനുള്ള ശക്തിയൊക്കെ അവിടെ തെലുങ്കുദേശം പാർട്ടിക്ക് ഉണ്ടെങ്കിലും അദ്ദേഹം ജനസേന പാർട്ടി എന്ന് പറഞ്ഞ പവൻ കല്യാൺ എന്ന് പറഞ്ഞ ആക്ടറിന്റെ പാർട്ടിയോടും BJP-യോടും ചേർന്നാണ് മത്സരിച്ചത്. അപ്പോ ചന്ദ്രബാബു നായിഡുവിന്റെ ഗവേണൻസിനെ കുറിച്ച് ഹൈ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ബിക്കോസ് ഹി ഹാസ് എ പ്രൂവൺ റെക്കോർഡ് ഇൻ ഗവേണൻസ്. ഹി ഈസ് ദ ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഹൈദരാബാദ്. അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അദ്ദേഹമാണ് ഹൈദരാബാദിനെ ഈ രീതിയിൽ IT ഹബ്ബായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തത്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉള്ളത്, അദ്ദേഹം വലിയ IT, ബിഗ് ഇൻഡസ്ട്രീസ് ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതേ സമയത്ത് ഫാമേഴ്സിനെ അദ്ദേഹം നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള പരാതിയുണ്ട്. ആ പരാതി ഈ ടൈമിൽ അദ്ദേഹം പരിഹരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അത് ഈ 2ാമത്തെ പാരഗ്രാഫിലേക്ക് പറയുന്നത് അതിനെക്കുറിച്ച്. അപ്പൊ ഇദ്ദേഹത്തിന്റെ എന്തായാലും കൊറോണേഷൻ സെറിമണിയിൽ നരേന്ദ്രമോദി, അമിത്ഷാ, അതുപോലുള്ള BJP-യുടെ ബിഗ് ലീഡേഴ്സ്, അവരുടെ അലയൻസ് പാർട്ട്നേഴ്സ് അവരെല്ലാം ഉണ്ടായിരുന്നു. ആന്ധ്രക്കാരുടെ ഏറ്റവും വലിയ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ പ്രീവിയസ്ലി അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ വാസ് ഹൈദരാബാദ്. ബട്ട് ഹൈദരാബാദ് falls into Telangana region. That's why once Telangana was formed, Hyderabad became the automatic capital of Telangana. Now, അപ്പോൾ ആന്ധ്രാപ്രദേശിന് ഒരു പുതിയ ക്യാപിറ്റൽ കണ്ടെത്തേണ്ടി വന്നു. അമരാവതിയാണ് അന്നത്തെ ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു കണ്ടെത്തിയത്. പക്ഷെ പിന്നീട് വന്ന ജഗൻമോഹൻ റെഡ്ഡി ടോട്ടൽ മെസ്സ് ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹം വിശാഖപട്ടണം, കുർണൂല്, അമരാവതി എല്ലാം കൂടെ ക്യാപിറ്റൽ ആക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം ഒന്നും നടന്നില്ല. നൗ അഗെയിൻ നായിഡു ഇസ് ബാക്ക് ടു പവർ. സോ അമരാവതി തന്നെ അവിടുത്തെ ക്യാപിറ്റൽ ആവുന്ന അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരു നിയമം ഇനി നിയമസഭയിൽ പാസ്സാക്കേണ്ടി വരും. ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം. അത് പാസ്സാക്കാത്തവർക്ക് ഒരു പാടുമില്ല. ബിക്കോസ് ദേ ഹാവ് ദ ബ്രൂട്ടൽ മെജോറിറ്റി ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ഒപ്പോസിഷൻ അവിടെ വലിയ സ്പേസ് ഒന്നുമില്ല. അത്രയ്ക്ക് വലിയ മെജോറിറ്റി അവരെ കിട്ടി. അതുകൊണ്ട് അതും പാടില്ല. ഈ ക്യാപിറ്റൽ അമരാവതി എന്ന് പറയുന്നത് വരുന്നത് ഗുണ്ടൂരിനും വിജയവാഡയ്ക്കുള്ള ആ ഒരു ഏരിയയിൽ, വിജയവാഡയ്ക്ക് ഇടയിലുള്ള 2 cities ആണ് ആന്ധ്രാപ്രദേശിലെ ഒരു ഏരിയയിലായിട്ടാണ്. കൃഷ്ണ റിവറിന്റെ തീരത്താണ് ഇത് വരുന്നത്.
അപ്പൊ ഈ കൃഷ്ണ റിവറിനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുകളൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഒക്കെ ഉണ്ടാവും കൃഷ്ണ റിവറിന്റെ കോസ്റ്റൽ ഏരിയാസിലൊക്കെ. അതുകൊണ്ട് റിവർ ബെഡിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൺസിഡർ ചെയ്ത് വേണം ഈ ഒരു ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ, അല്ല കൺസ്ട്രക്ട് ചെയ്യാൻ എന്നെല്ലാം ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശ് പോലെ ഒരു ബിഗ് സ്റ്റേറ്റിന് ക്യാപിറ്റലിന്റെ കാര്യത്തിൽ ഇത്രയും വലിയ പ്രോബ്ലംസ് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. കാരണം ആന്ധ്രാപ്രദേശ് എന്നല്ല, ഇന്ത്യയിലെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേറ്റുകളെല്ലാം ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് ഔട്ട്സൈഡ് വേൾഡിലേക്ക് കൊടുക്കേണ്ടത്. എന്നാലേ ഇൻവെസ്റ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പൊ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാവാൻ പാടില്ലായിരുന്നു, പക്ഷെ ഉണ്ടായിപ്പോയി. ഇനി അത് ആ പ്രോബ്ലം ഒന്നും സോൾവ് ചെയ്യുക. പിന്നെ അതൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ അദ്ദേഹം അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുക്കണം. നായിഡു മുമ്പ് അഗ്രികൾച്ചറിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്നൊരു പരാതിയുണ്ട്. പക്ഷെ അദ്ദേഹം നല്ലൊരു ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ മോഡേൺ ഹൈദരാബാദിനെയൊക്കെ അങ്ങനെ ആക്കിയത് അങ്ങനെയാണ്. പക്ഷെ അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുത്തില്ല പറഞ്ഞാണ് ഫാമേഴ്സ് അദ്ദേഹത്തെ തോപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ഫാമേഴ്സിന്റെ ഇടയിൽ ഇപ്പം തന്നെ ഫാമിംഗ് ആക്ടിവിറ്റി ബന്ധപ്പെട്ട ഒരു സ്റ്റാഗ്നേഷൻ ഒക്കെ ഉണ്ട്. അവരുടെ ഇടയിൽ പോവർട്ടി ഉണ്ട്, അതൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. നായിഡു പറഞ്ഞിരുന്നത് ഫാമേഴ്സിന് ഇൻപുട്ട് കോസ്റ്റ് ആയിട്ട് ഓരോ വർഷവും 20,000 rupees വെച്ച് കൊടുക്കുമെന്നാണ്. പക്ഷെ ഈ പണം കൊടുക്കുമെന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. അത് ഈ എഡിറ്റോറിയൽ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു സ്റ്റേറ്റിലും ഫാമേഴ്സിന് ചുമ്മാ കുറെ പൈസയല്ല കൊടുക്കേണ്ടത്. അപ്പൊ മോഡി തന്നെ ഇപ്പം PM കിസാൻ എന്ന് പറയുന്ന സ്കീം വഴി, PM കിസാൻ എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. PM കിസാൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന സംഭവമാണ്. ഇതുവഴി 6,000 rupees ക്യാഷ് സപ്പോർട്ട് ഓർ ഇൻകം സപ്പോർട്ട് ഫാമേഴ്സിന് കൊടുക്കുകയാണ് ചെയ്ത 3 installments ആയിട്ട് 2,000 rupees 3 installments ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 6,000 rupees വിൽ ബി പ്രൊവൈഡഡ് ടു ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി ഫാമർ. നോട്ട് ഈച്ച് ആൻഡ് എവറി ഫാമർ, എനിക്ക് തോന്നുന്നു 4 cents കൂടുതൽ ലാൻഡ് ഹോൾഡിംഗ് ഉള്ള ഫാമേഴ്സിനാണെന്ന് തോന്നുന്നു. അവര് BP ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ലാത്ത ഫാമേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. അതാണ്. പക്ഷെ ഈ ഒരു പരിധിക്ക് അപ്പുറം ഈ ക്യാഷ് ഡോൾസ് കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വേണ്ടത് അവരുടെ ഫാമിംഗ് അല്ലെങ്കിൽ അവരുടെ കൾട്ടിവേഷൻ, അതിൽ നിന്നുള്ള ഇൻകം ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്യാണ് വേണ്ടത്. അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇപ്പം ഈ പെരിഷബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അവരുടെ വിസിനിറ്റിയിൽ കോൾഡ് സ്റ്റോറേജ് ഒന്നും കാണത്തില്ല. അപ്പൊ അവർക്ക് ഈ മറ്റേ ഹോൾസെയിലേഴ്സ് ഒക്കെ വന്ന ഒരു മീഗർ ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കുമ്പോൾ തന്നെ അവർ വിൽക്കാൻ ബാധ്യസ്ഥരാകും. അപ്പൊ അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നില്ല. അതുപോലെ ഈ പ്രോപ്പർ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇല്ല, എക്സോർബിറ്റന്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ചാർജസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ്, അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഫാമേഴ്സിന് അടുത്ത ഒരു 5-6 വർഷം കൊണ്ട് അവരുടെ ഫാമിംഗ് ഏരിയ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകത്തിന്റെ ഡബിൾ ആക്കാനുള്ള കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളാണ് ഫാമേഴ്സിന് ചെയ്തു കൊടുക്കേണ്ടത്. അല്ല കുറെ പണം കൊടുക്കുകയല്ല വേണ്ടത് എന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ. പിന്നെ ഈ ക്യാഷ് കിട്ടുന്നത് നല്ലതാണ്, അപ്പൊ അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്യാനും ഇൻഫ്ലേഷൻ കുറയ്ക്കാനും അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ നായിഡു ചെയ്യണം. പഴയ ജഗൻമോഹൻ റെഡ്ഡി ഗവൺമെന്റ് തുടങ്ങി വെച്ച കുറെ നല്ല കാര്യങ്ങളുണ്ട്, അത് മുന്നോട്ടും കൊണ്ടുപോകണം എന്നൊക്കെയാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ പറയാം. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ റൈറ്റ് ടേൺ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. റൈറ്റ് ടേൺ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റിലേക്ക് ഇപ്പൊ ഇലക്ഷൻ നടന്നു. യൂറോപ്യൻ യൂണിയൻ ഈസ് എ 27 nation ബ്ലോക്ക്. അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമിന് നോക്കിയാൽ യൂറോപ്യൻ യൂണിയനിൽ എത്ര രാജ്യങ്ങളുള്ളത്? 27 nations ആണ് ആ ബ്ലോക്കിലുള്ളത്. ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ 27 nation ബ്ലോക്കിൽ മൊത്തത്തിൽ ഇലക്ഷൻ നടന്നു. എന്തിനാണ്? യൂറോപ്യൻ പാർലമെന്റിലേക്ക്, യൂറോപ്യൻ യൂണിയന്റെ പിന്നീട് ഗവേൺ ചെയ്യാനുള്ള യൂറോപ്യൻ പാർലമെന്റിലേക്ക് ഉള്ള MP-മാരെ സെലക്ട് ചെയ്യാൻ. ആ രാജ്യങ്ങളിലല്ലാതെ സെപ്പറേറ്റ് ഇപ്പൊ ഫ്രാൻസിൽ ഇലക്ഷൻ നടക്കും, ജർമ്മനിയിൽ ഇലക്ഷൻ നടക്കും, അവിടുത്തെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ. അതല്ലാതെ യൂറോപ്യൻ പാർലമെന്റിലേക്ക് ഒരു ഇലക്ഷൻ നടക്കും. ഈ അങ്ങനെ നടക്കുന്ന ഇലക്ഷൻ വഴി എങ്ങോട്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ യൂറോപ്യൻ യൂണിയന്റെ അകത്ത് യൂറോപ്യൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. യൂറോപ്യൻ കമ്മീഷൻ ഈ യൂറോപ്യൻ കമ്മീഷൻ ആണ് ആക്ച്വലി യൂറോപ്യൻ യൂണിയന്റെ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പാർലമെന്റ് പോലെ ആക്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ ഈ യൂറോപ്യൻ കമ്മീഷനിൽ ഇനി ആരായിരിക്കണം യൂറോപ്യൻ കമ്മീഷന്റെ തലപ്പത്ത് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ യൂറോപ്യൻ യൂണിയനിലെ മെമ്പർ നേഷൻസിൽ നടക്കുന്ന ഇലക്ഷൻ വഴിയാണ്. യൂറോപ്യൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ ഹെഡ് ഉർസുല വോൺ ഡർ ലെയൻ ആണ്. എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, എഴുതുമ്പോൾ തെളിയുന്നില്ല. ഈ ടിപ്പിന്റെ പ്രശ്നമാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഉർസുല വോൺ ഡർ ലെയൻ. ഇവരാണ് യൂറോപ്യൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ ഹെഡ് എന്ന് പറയുന്നത്. ഈ യൂറോപ്യൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ ഹെഡായിട്ടുള്ള ഉർസുല വോൺ ഡർ ലെയൻ തന്നെ കുറെ കോalition പാർട്ട്നേഴ്സിനെയൊക്കെ കൂട്ടിച്ചേർത്ത് അവിടെ യൂറോപ്യൻ കമ്മീഷനിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഇപ്പോഴും മിക്കവാറും അവരാണ് അധികാരത്തിൽ വരും.
പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ട കാര്യം യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലും യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന ഇലക്ഷനിൽ ഫാർ റൈറ്റ് പാർട്ടീസ് ഉണ്ടാക്കിയ അഡ്വാൻസ്മെന്റ്, ഫാർ റൈറ്റ് പാർട്ടീസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ രാജ്യങ്ങളിലും ഓൾമോസ്റ്റ് എവറി മോഡേൺ ഡെമോക്രസീസിലും 3 kinds of politics is there. First one is leftist politics, second one is rightist politics, and third one is centrist politics. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ CPM, CPI, ഫോർവേഡ് ബ്ലോക്ക് അങ്ങനെയൊക്കെയുള്ള പാർട്ടികളുണ്ട്. ഇവർ ഫോളോ ചെയ്യുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിസ്റ്റ് പൊളിറ്റിക്സ് ആണ്, ഇടതുപക്ഷം. BJP, ശിവസേന പോലുള്ള പാർട്ടികൾ ഫോളോ ചെയ്യുന്ന പൊളിറ്റിക്സ് ആണ് റൈറ്റിസ്റ്റ് പൊളിറ്റിക്സ്, വലതുപക്ഷം. സെൻട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ വലതുപക്ഷമല്ല ഇടതുപക്ഷം അല്ലാത്ത പാർട്ടികൾ, കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ, അല്ലെങ്കിൽ NCP, തൃണമൂൽ കോൺഗ്രസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ സെൻട്രിസ്റ്റ് പാർട്ടികളാണ്. ഇതുപോലെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ഈസ് എ റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടി. അതേസമയത്ത് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ് എന്നല്ല, ഒരു സെൻട്രിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി. അതുപോലെ ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും ഉണ്ട് ബ്രിട്ടനിൽ. ഇതെല്ലാം ഈ റൈറ്റും ലെഫ്റ്റിനോട് അലൈൻ ചെയ്ത് നിൽക്കുന്നത്, അല്ലാതെ അവിടെ റൈറ്റ് ലെഫ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഏത് രാജ്യം എടുത്താലും, ബ്രസീൽ എടുത്താലും, അർജന്റീന എടുത്താലും, യൂറോപ്പിലെ മിക്ക രാജ്യങ്ങൾ എടുത്താലും, പക്ഷേ പലപ്പോഴും യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിൽ സെൻട്രിസ്റ്റ് പൊളിറ്റിക്സിനായിരിക്കും, ഒന്നുകിൽ ലെഫ്റ്റ് ലീനിങ് സെൻട്രിസ്റ്റ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ റൈറ്റ് ലീനിങ് സെൻട്രിസ്റ്റ് പൊളിറ്റിക്സിനായിരുന്നു എപ്പോഴും. അതായത് കോൺഗ്രസ് പോലുള്ള പാർട്ടികളാണ് എപ്പോഴും അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഗ്രാജുവലി യൂറോപ്പ് ഈസ് ടേണിംഗ് റൈറ്റ്. ദാറ്റ് ഈസ് ദ ന്യൂസ്. അതായത് ഇപ്പം ഇറ്റലി എന്ന് പറയുന്ന രാജ്യം എടുക്കുക. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജോർജിയ മെലോണി. ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇറ്റലി, ജോർജിയ മെലോണി. ഈ ജോർജിയ മെലോണി ഫാസിസ്റ്റ് പിന്നീട് ആയിട്ടുള്ള ബെനിറ്റോ മുസോളിനിയുടെ ആശയങ്ങളിൽ കുറേയൊക്കെ വിശ്വസിക്കുന്ന ഒരു ലീഡറാണ്, പക്ക റൈറ്റിസ്റ്റ് ലീഡർ. ഇനി ഹംഗറിക്ക് ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ആ ഹംഗറിയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് വിക്ടർ ഓർബൻ എന്നാണ്. ഹംഗറി ഈസ് എ യൂറോപ്യൻ കൺട്രി. ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ വിക്ടർ ഓർബൻ ആണ്, വിക്ടർ ഓർബൻ. ഹീസ് അനദർ റൈറ്റ് വിങ് ലീഡർ ഓഫ് യൂറോപ്പ്, വിക്ടർ ഓർബൻ. ഫ്രാൻസിൽ ഭാവിയിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആവാൻ ചാൻസ് ഉള്ള മെറിൻ ലീ പെൻ എന്ന് പറഞ്ഞ ലേഡിയുണ്ട്. അവരെ പേരൊന്നും ഇപ്പൊ എഴുതണ്ട. ഷീസ് നോബഡി ദേർ നൗ. ഷീസ് ആൻ ഓപ്പോസിഷൻ ലീഡർ ഒബ്വിയസ്ലി. പക്ഷെ അവരുടെ പേര് ഇപ്പൊ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അവർ ഭയങ്കര റൈറ്റ് വിങ് ലീഡറാണ്. ജർമ്മനിയിലെ റൈറ്റ് വിങ് പാർട്ടികൾക്ക് വലിയ അഡ്വാൻസ്മെന്റ് ഉണ്ടാവുന്നു. ഇപ്പൊ റൈറ്റ് വിങ് അതൊക്കെ ഇന്ത്യയൊക്കെ ഭരിക്കുന്ന റൈറ്റ് വിങ് പാർട്ടിയാണ് BJP. അങ്ങനെ പല രാജ്യങ്ങളിലും, അർജന്റീന ഇപ്പൊ ഭരിക്കുന്ന റൈറ്റ് വിങ് പാർട്ടിയാണ്. അപ്പൊ ഇത് യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷനിൽ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. അവിടെ ഭരിക്കുന്ന ഫ്രാൻസ് ഭരിക്കുന്ന പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാവുന്നു. ജർമ്മനി ഭരിക്കുന്ന പാർട്ടിക്ക്, ജർമ്മനിയുടെ ഇപ്പോഴത്തെ ചാൻസലർ ഒലാഫ് ഷോൾസ് ആണ്, ഒലാഫ് ഷോൾസ്, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാവുന്നു. അപ്പം ഈ സെൻട്രിസ്റ്റ് പാർട്ടികൾക്കും അതുപോലെ ഈ ഗ്രീൻ പാർട്ടികൾ എന്നറിയപ്പെടുന്ന പാർട്ടികളുണ്ട്. ഗ്രീൻ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ എൻവയോൺമെന്റും ക്ലൈമറ്റും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് നടത്തുന്ന പാർട്ടികളാണ്. ഇവരൊക്കെ വൻ തിരിച്ചടികളാണ് ഇപ്പോഴത്തെ ഇലക്ഷനിൽ നേരിട്ടത്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത് ഇമ്മിഗ്രേഷൻ പോളിസീസ് ആണ് ഒന്നാമത്തെ. പല രാജ്യങ്ങളിലും മൈഗ്രൻസിന്, റെഫ്യൂജീസ് ആയിട്ട് വരുന്നവരെയൊക്കെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ജർമ്മനിയിലൊക്കെ. ഇതിനൊക്കെ എതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നവരാണ് റൈറ്റ് വിങ് പാർട്ടികൾ. ഈ റൈറ്റ് വിങ് പാർട്ടിയൊക്കെ അവരുടെ വലിയൊരു ഫോളോവേഴ്സിനെ അതുവഴി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഈ ആന്റി ഇമിഗ്രേഷൻ പോളിസീസിന്റെ ഭാഗമായിട്ട് അവർക്ക്. അതുപോലെ ഈ രാജ്യങ്ങളിലെല്ലാം ഇപ്പൊ റിസഷനും, ഇപ്പൊ ബ്രിട്ടനൊക്കെ ഭയങ്കര റിസഷനിലായിരുന്നു കുറച്ചു കാലം, സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ ആയിരുന്നു. അതുപോലെ ഭയങ്കര ഇൻഫ്ലേഷൻ, യുക്രൈൻ റഷ്യ വാർ ഉണ്ടായതുകൊണ്ട് ഫ്യൂവൽ പ്രൈസ് കൂടിയതുകൊണ്ടായുള്ള ഇൻഫ്ലേഷൻ, അതുപോലെ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ്, എവറിത്തിങ് ഈസ് ദർ. അപ്പൊ ഇതെല്ലാം മൂലമുള്ള റിസൺമെന്റ്. അതുപോലെ തന്നെ ഈ ക്ലൈമറ്റ്, ഈ ഗ്രീൻ പാർട്ടികൾക്ക് ഞാൻ പറഞ്ഞു കുറച്ച് തിരിച്ചടി നേരിട്ട്. അപ്പൊ ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ കാർബൺ എമിഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറെ മെഷേഴ്സ് കൊണ്ടുവന്നു. അപ്പം അത് ഈ അവിടത്തേക്ക് ഫാമേഴ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങി, ഈ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലെ ഫാമേഴ്സിനെയൊക്കെ. അപ്പൊ ഈ ഫാമിംഗ് കമ്മ്യൂണിറ്റി ഒക്കെ ഈ അവിടുത്തെ റൂളിംഗ് ഗവൺമെന്റുകൾക്ക് എതിരെ തിരിഞ്ഞു. ഇതെല്ലാം റൈറ്റ് വിങ് പാർട്ടികളുടെ പോപ്പുലാരിറ്റി കൂടാൻ കാരണമായി. അതിനെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും ഇത് വായിച്ചു നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അത് വരുന്നത്. പിന്നെ ഈ യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു ചേഞ്ച് ഇന്ത്യയെ ഡയറക്ട്ലി പെട്ടെന്നൊന്നും ബാധിക്കാൻ പോണില്ല. പക്ഷെ ഭാവിയിൽ ഒരു പക്ഷേ ഈ റൈറ്റ് വിങ് പാർട്ടികളൊക്കെ അവിടെ അധികാരത്തിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ പോളിസീസ് ഒക്കെ ചേഞ്ച് ചെയ്യാനും നമ്മൾ അത് ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട്. ആസ് ഓഫ് നോ ദർ ഈസ് നോ ത്രെഡ് ഫോർ ഇന്ത്യ ഈ ഒരു ചേഞ്ച് മൂലം. അപ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞു ഇമിഗ്രേഷൻ വിഷയത്തിൽ ഈ റൈറ്റ് വിങ് പാർട്ടികൾ ഭയങ്കര ശക്തമായ നിലപാടെടുക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട്, ഒരുപാട് പ്രൊഫഷണൽസ് ഒക്കെ. അപ്പം അതിനെയൊക്കെ ഭാവിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്, അവരുടെ പോക്കിനെയും വരവിനെയൊക്കെ. അതേസമയം ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഒത്തിരി പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനെ ഇന്ത്യയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇന്ത്യ അത് വളരെ ശക്തമായിട്ടുള്ള നടപടികളൊക്കെ അതിന്റെ മുകളിൽ എടുക്കണം എന്നൊക്കെ ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഒരു FTA ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ റൈറ്റ് വിങ് പാർട്ടികൾ കൂടുതൽ ശക്തമായിട്ട് അവിടെ വന്നാൽ അവർ കൂടുതൽ പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സ് അവിടെ കൊണ്ടുവരും. അപ്പൊ അത് നമ്മളുടെ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെയൊക്കെ ബാധിക്കും. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല, അത് ഭാവിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇന്ത്യ EU സമ്മിറ്റ് ഒക്കെ എപ്പോഴും നടത്തി, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സമ്മിറ്റ്. അതിനിപ്പോ അടുത്ത വരാമണ 2025 അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ ട്രേഡിംഗ് ബ്ലോക്കാണ്, ട്രേഡിംഗ് പാർട്ണറാണ് EU എന്ന് പറഞ്ഞത്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൂന്നാമത്തെ ട്രേഡിംഗ് പാർട്ണറാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തുന്ന ചൈനയുമായിട്ടും പിന്നെ US-ഉമായിട്ടും, അത് കഴിഞ്ഞ് യൂറോപ്യൻ യൂണിയനുമായിട്ടും. അതൊക്കെയാണ് ഇത് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് ബ്രിട്ടൻ സമ്മർ ഓഫ് ഡിസ്കണ്ടന്റ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ട്. അത് നമ്മളെ ബാധിക്കുന്നതല്ല, ബ്രിട്ടന്റെ അകത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ IR അല്ല, ഇന്റർനാഷണൽ റിലേഷൻ അല്ല. ഇന്റർനാഷണൽ റിലേഷൻ ആണെങ്കിൽ ഞാൻ പറയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അത് നമുക്ക് ആവശ്യമുള്ളതാണ്, പ്രത്യേകിച്ച് സിവിൽ സർവീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് എസ്പെഷ്യലി ആവശ്യമുണ്ട്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഇന്റർനാഷണൽ റിലേഷൻ, ഇറ്റ് ഈസ് അബൌട്ട് ബ്രിട്ടൻസ് upcoming election. Britain is going to vote. Britain is going to vote in the month of July, next month. അവിടെ വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ദ കൺസർവേറ്റീവ് പാർട്ടി ഈസ് ഗോയിങ് ടു സഫർ എ ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ്. അതാണ് എല്ലാ ഒപ്പീനിയൻ പോൾസും പറയുന്നത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രൈം മിനിസ്റ്റർ ആണ് ഋഷി സുനാക്. അതിന് പല കാരണങ്ങളുണ്ട്. അവിടെ ലേബർ പാർട്ടി വിൻ ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ലേബർ പാർട്ടിയുടെ ലീഡറിന്റെ പേരൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം പഠിക്കേണ്ട, ഓൾമോസ്റ്റ് ഷുവർ ആണ് ഹീസ് ഗോയിങ് ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട്, ആ ലേബർ പാർട്ടിയുടെ ലീഡർ. അപ്പൊ അത് ഇപ്പൊ പറയുന്നില്ല, പിന്നെ പറയാം അതിനെ കുറിച്ച്. അപ്പൊ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത് ബ്രിട്ടനിൽ. അത് നമുക്ക് വേണ്ട. ഇനി ഇതിന്റെ മുകളിൽ പക്ക ഒരു എന്താ പറയുന്ന പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ, ആ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ ആണ് എർത്ത് ഇൻ 2024 as it was in 1977. ഈ 1977 പ്രത്യേകത എന്താണ്? ഇന്ദിരാഗാന്ധി തോറ്റ ഇലക്ഷനാണ്. അതാണ് 1977 പ്രത്യേകത. 1975 ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യയിൽ ഏറ്റവും അൺപോപ്പുലർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ഡിസിഷൻ ദാറ്റ് വാസ് എമർജൻസി. എന്തുകൊണ്ടാണ് എമർജൻസി അത്രയും വലിയ പ്രശ്നമായത്? എമർജൻസി പീരീഡിൽ എന്താ സംഭവിക്കുന്നത്? എമർജൻസി പീരീഡിൽ മാത്രമാണ്, ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ക്യാൻ പുട്ട് സം റെസ്ട്രിക്ഷൻസ് ഓൺ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരിക്കലും ഡിനൈ ചെയ്യപ്പെടാൻ പാടില്ല. ഇഫ് യുവർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇസ് ഡിനൈഡ് by government or any authority, you can directly approach Supreme Court or High Courts of India. That is the only case you can directly approach Supreme Court and High Courts of India to enforce your fundamental right. But at the same time, government can restrict your fundamental rights at the time of emergency. So Indira Gandhi became hugely unpopular after the imposition of emergency in 1975. People's fundamental rights were violated. Many of the political leaders were put behind the bars. After that, a new political movement rose to the middle of Indian polity. That was Janata Party movement. അവരുടെ നേതൃത്വത്തിൽ ജയപ്രകാശ് നാരായണനൊക്കെ പോലെ വമ്പൻ ലീഡേഴ്സ് ആ സമയത്ത് ഉണ്ടാവുകയും അവസാനം പ്രൈം മിനിസ്റ്റർ ആയിട്ട് മൊറാർജി ദേശായി ഇന്ത്യയിൽ അധികാരത്തിൽ വരികയും ഇന്ദിരാഗാന്ധി സ്വന്തം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ആയി ഇപ്പൊ രാഹുൽ ഗാന്ധി ജയിച്ച റായ് ബറേലിയിൽ പരാജയപ്പെടുകയും ചെയ്തു. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് 1977 ഇലക്ഷൻ ഇൻ ദ പൊളിറ്റി ഓഫ് ഇന്ത്യ, ഇൻ ദ പൊളിറ്റിക്കൽ അരീന ഓഫ് ഇന്ത്യ. ഓക്കെ, അതിന് സമാനമായിട്ടാണ് ഇന്നത്തെ ഇലക്ഷൻ വേർഡിക്റ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. എനിക്ക് ഒരു രീതിയിൽ യോജിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യങ്ങൾ നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. 1977 ഇലക്ഷൻ ഇപ്പോഴത്തെ ഇലക്ഷനായിട്ട് യാതൊരു കമ്പാരിസണും ഇല്ല. കാര്യം ഇന്ദിരാഗാന്ധിക്ക് അന്ന് അധികാരം ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. മൊറാർജി ദേശായിയാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത്, ഇന്ത്യയുടെ ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം. അപ് ടു ദാറ്റ് പീരീഡ് ഓഫ് ടൈം ഇന്ത്യ വാസ് റൂൾഡ് ബൈ കോൺഗ്രസ് ആൻഡ് ദ ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെന്റ് അണ്ടർ മൊറാർജി ദേശായി came into existence after the election of 1977. അത്തരത്തിൽ വല്ല ഇവിടെ സംഭവിച്ചോ? ഇപ്പോഴത്തെ 2024 ഇലക്ഷനിൽ മോഡി ഗോട്ട് ദ തേർഡ് ടൈം ആൻഡ് ഹീസ് ഹാവിംഗ് ദ സ്റ്റാമ്പ് ഓഫ് അതോറിറ്റി ഈവൻ ഇൻ ദ സെലക്ഷൻ ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ എഡിറ്റോറിയൽ വരെ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഈ ഒരു ആർട്ടിക്കിളിന് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞൂടെ. ഒരു ബയസ്ഡ് ആർട്ടിക്കിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, ഉപയോഗിച്ചേക്കുന്ന വാക്കുകൾ പോലും ഒരു ജേർണലിസ്റ്റിക് ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ പാടുള്ളല്ലോ, എസ്പെഷ്യലി ഹിന്ദു പോലെ ഒരു പത്രത്തിൽ. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള വാക്കൊക്കെയാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന ക്രാപ്പ് വേർഡുകളാണ്. അതൊന്നും ഇവിടെ എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമല്ല. ഓക്കെ, എന്തായാലും പോട്ടെ. ഹിന്ദു പോലുള്ള
മാധ്യമത്തിൽ ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഒരിക്കലും വരാൻ പാടില്ല. നിങ്ങളത് വായിച്ചു നോക്കുന്നത് മനസ്സിലാവും. പിന്നെ ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് കാണാം. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന സംഭവം വലിയൊരു പ്രോബ്ലമാണ്. ആൽക്കഹോളിക് ഫാറ്റി ലിവറിനെക്കാളും പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആയിരുന്നാലും ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആയിരുന്നാലും അതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേൾഡിൽ ഒരു ഡേ ഇപ്പൊ പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. June 13 ഈസ് വേൾഡ് ഇന്റർനാഷണൽ ഫാറ്റി ലിവർ ഡേ. ഇന്റർനാഷണൽ ഫാറ്റി ലിവർ ഡേ. June 13 ഈസ് ഇന്റർനാഷണൽ ഫാറ്റി ലിവർ ഡേ. പിന്നെ നമുക്ക് ഇവിടെയുള്ള ആർട്ടിക്കിൾസ് ഒന്നും വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ എ ഫാർ റൈറ്റ് സ്വിംഗ് ഇൻ യൂറോപ്യൻ പാർലമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്റോറിയൽ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നു. എ ഫാർ റൈറ്റ് സ്വിംഗ് ഇൻ യൂറോപ്യൻ പാർലമെന്റ്. ഇപ്പൊ യൂറോപ്യൻ പാർലമെന്റിലേക്ക്, യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റിലേക്ക് നടന്ന ഇലക്ഷൻ അല്ല, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തു. അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. യൂറോപ്യൻ യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അറിഞ്ഞൂടാത്തവർ പഠിച്ചു വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ബ്രസൽസ്. ബ്രസൽസ് എവിടെയാണ്? ബെൽജിയത്തിന്റെ ക്യാപിറ്റലാണ്. ബെൽജിയത്തിന്റെ ക്യാപിറ്റലാണ് ബ്രസൽസ്, ബെൽജിയത്തിന്റെ. ഇനി നെക്സ്റ്റ് പേജ്. കുവൈറ്റിൽ നടന്ന ആക്സിഡന്റിനെ കുറിച്ച് പിന്നെ ഇവിടെ ഒന്നും നമുക്കൊന്നും പറയാനില്ല. ഈ മണിപ്പൂരിലെ കലാപം ഇപ്പോഴും കണ്ടിന്യൂ. അവിടെ അസാം റൈഫിൾസിനെ കുറിച്ച് പറഞ്ഞു. ഈ മണിപ്പൂർ കലാപ മേഖലയിൽ പീസ് അല്ലെങ്കിൽ നോർമാലിറ്റി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയോഗിച്ചേക്കുന്നത്, ഹോം മിനിസ്റ്റർ നിയോഗിച്ചേക്കുന്ന ആസാം റൈഫിൾസിനെയാണ്. അതുകൊണ്ട് തന്നെ ആസാം റൈഫിൾസിന് വളരെ വലിയ ഒപ്പോസിഷൻ അവിടെ നേരിടുന്നുണ്ട്. അവിടുത്തെ മെയ്റ്റി കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഗ്രൂപ്പാണ് ഇപ്പം ആസാം റൈഫിൾസ്. വാട്ട് ഈസ് ആസാം റൈഫിൾസ്? It's a paramilitary force in India. There are many paramilitary forces in India. Out of them, one is Assam Rifles. The biggest paramilitary force in India is CRPF. Examiner ചോദിക്കുന്ന question ആണിത്. Which one is the biggest paramilitary force in India? CRPF. Border Security Force, CISF. ഞാനിപ്പോ പറഞ്ഞ ആസാം റൈഫിൾസ്, സശസ്ത്ര സീമാ ബൽ, Indo-Tibetan Border Police, ITBP, these all are paramilitary forces. അർദ്ധ സൈനിക വിഭാഗങ്ങൾ എന്ന മലയാളത്തിൽ പറയുന്ന സംഭവം. ഓക്കെ, ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. ഫുഡ് ഇൻഫ്ലേഷൻ സ്പൈക്സ് ഇൻ അർബൻ ഇന്ത്യ നിയേഴ്സ് 9%. ഫുഡ് ഇൻഫ്ലേഷന്റെ കാര്യം അല്ല അവിടെ എഴുതേണ്ട. ഞാൻ നിങ്ങളുടെ ഫുഡ് ഇൻഫ്ലേഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ പല ക്ലാസ്സുകളിലും, ഈ വീഡിയോ ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്നവർ കാണും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മെയിൻ ആയിട്ടുള്ള നമ്മളെ ഇൻഫ്ലേഷൻ CPI വെച്ച് അളക്കുന്ന, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ച് അളക്കുന്ന റീറ്റെയിൽ ഇൻഫ്ലേഷൻ. ദിസ് ഇൻഫ്ലേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഹെഡേക്ക് ഓഫ് ഇന്ത്യ. റീറ്റെയിൽ ഇൻഫ്ലേഷൻ, നോട്ട് ഓൺലി ഫോർ ഇന്ത്യ but also for the entire countries in the world. Retail inflation is the biggest headache because that is directly affecting the lives of people, day-to-day life of people. So retail inflation has to be contained to ensure a smooth life for common man, especially poor people. So Government of India and Reserve Bank of India made a memorandum of understanding under which that retail inflation or CPI or consumer price index should be within the range of 4 plus or minus 2. Within the range of 4 plus or minus 2. Ideally, that inflation should be, CPI inflation should be 4%. Plus 2 agam, minus 2 agam. Adani 4 plus or minus 2. Now it is 4.75%. That is what the yesterday's figure is showing. 4.75%. Okay, in the month of May. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കംഫർട്ടബിൾ വൺ ഓൺലി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ടോൾഡ് യു യെസ്റ്റർഡേ ഓൾസോ, food inflation is the main component of retail inflation. That food inflation is nearing 9%. It is a cause of concern. It's a cause of concern. Food inflation should be bring down to the level of 3-4. അങ്ങനെ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നാലേ ഫുഡ് പ്രൈസസ് കുറയുള്ളൂ. അപ്പോഴേ നമുക്ക് ഈ 4.75% ആയിട്ടൊക്കെ കംഫർട്ടബിൾ ലെവലിൽ നിൽക്കുന്ന ബാക്കി എല്ലാത്തിൻ്റെയും ഇൻഫ്ലേഷൻ കുറഞ്ഞുകൊണ്ടാണ് ഫുഡ് ഇൻഫ്ലേഷൻ കൂടിയിരിക്കുകയാണ്. വെജിറ്റബിൾസിൻ്റെയും മറ്റ് എസെൻഷ്യൽ ഫുഡ് സംഭവങ്ങളുടെയൊക്കെ പ്രൈസ് കൂടിയിരിക്കുക. എന്തായാലും ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ഈ 4.75% എന്ന കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് NSO ആണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഈസ് ദ റെസ്പോൺസിബിൾ ഏജൻസി ടു കാൽക്കുലേറ്റ് ഇൻഫ്ലേഷൻ, but they are not responsible for containing inflation. Then who is responsible for containing inflation? That is RBI, Reserve Bank of India. Mainly Reserve Bank of India, but Finance Ministry also has some roles to perform. Okay, mainly RBI ആണ് ഈ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യേണ്ടത്, Reserve Bank of India. Okay, അപ്പൊ ഇത്രയും അതിൽ പഠിക്കണം. ഇനി ഒരു കാര്യം കൂടെ, ഈ CPI ആണ്
ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയുടെ, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയുടെ ബേസ്, മോണിറ്ററി പോളിസി ബേസ്. ഇത് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഞാൻ ഒരുപാട് എക്സാമിന് ചോദിക്കുന്ന കാര്യം പറഞ്ഞു. മോണിറ്ററി പോളിസിയുടെ ബേസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചാണെന്ന് ചോദിക്കാം. ഇതിന്റെ റേഞ്ച് എത്രയായിരിക്കണം എന്ന് പറഞ്ഞത് 4 ± 2. ആരാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ആരാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യേണ്ടത്? RBI ത്രൂ വേരിയസ് ഇന്റർവെൻഷൻസ് അണ്ടർ മോണിറ്ററി പോളിസി, അല്ലേ? ഇനി നെക്സ്റ്റ് പേജ് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ലോക്സഭ സെഷൻ ജൂൺ 24 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പുതിയ ലോക്സഭ 18ാം ലോക്സഭയുടെ ആദ്യത്തെ സെഷൻ. അതുകൊണ്ട് തന്നെ a pro speaker has to be elected by the President of India to conduct സ്പീക്കർ ഇലക്ഷൻ, അല്ലേ? അപ്പൊ ഇത് ഞാൻ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ കിരൺ റിജു ആണെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആള്. അതൊക്കെയാണ് നീ പഠിക്കാനുള്ളത്. പ്രോട്ടേ സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്യുന്നവരാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ, ഞാൻ പറഞ്ഞില്ലേ മിനിസ്റ്റേഴ്സിന്റെ പേര് എവിടെ കണ്ടാലും അടുത്ത കുറെ കാലത്ത് ഞാൻ പറയും. ശിവരാജ് സിംഗ് ചൗഹാൻ ഈസ് ദ agriculture cum rural development minister of India. If someone is asking you who is the rural development minister of India, then also the answer is Shivraj Singh Chauhan, the former chief minister of Madhya Pradesh. Former chief minister എന്നല്ല, longest serving chief minister of Madhya Pradesh ആയിരുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ. ഇനി G7 മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മോഡി ഇറ്റലിയിലേക്ക് പോയി. ഇറ്റലിയിൽ വച്ച് G7 സമ്മിറ്റ് നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപുലിയ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇറ്റലിയിലെ അപുലിയ എന്ന് പറയുന്ന ഒരു റിസോർട്ട്സ് ഒക്കെ ഒരുപാടുള്ള ഒരു മേഖലയിൽ വെച്ചാണ്, ഒരു ഐലൻഡ് കണ്ടാണെന്ന് തോന്നുന്നു. അവിടെ വെച്ചാണ് G7 മീറ്റിംഗ് നടക്കുന്നത്. G7 എന്താണെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞു. ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ്: USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. That these countries are known as G7 countries. They are the most advanced developed economies in the world. India is not a member of G7, but still India used to get invite to attend G7 meeting because of the cordial relationship India is maintaining with the G7 nations. അപ്പോൾ ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി is the host of this year's G7 meeting. അപ്പൊ മോഡിക്ക് അവിടെ വെച്ച് US പ്രസിഡന്റുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള അവസരമുണ്ട്. UAE പോലുള്ള ചില രാജ്യങ്ങളെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരെയും മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇയർ ഫ്രം ജൂൺ ഓൺവേർഡ്സ് അല്ലെങ്കിൽ ജൂലൈ ഓൺവേർഡ്സ് വേൾഡ് എല്ലാ വർഷവും ഒരുപാട് മീറ്റിങ്ങുകൾ വിറ്റ്നസ് ചെയ്യും. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ മീറ്റിങ്ങുകളൊന്നും കാണത്തില്ല. G7 ഇപ്പൊ തുടങ്ങിയാണ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ SCO, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ SCOയുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും റഷ്യയും ചൈനയും പാകിസ്ഥാനും പിന്നീട് ഇറാനും കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും താജിക്കിസ്ഥാനും ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പിംഗ് ആണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. അതിൽ മോഡിക്ക് കുറച്ചുകൂടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇന്ത്യസ് 2 നോൺ എനിമീസ് ആർ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് SCO മീറ്റിംഗ്. So Modi has to come face to face with Pakistani Prime Minister Shahbaz Sharif and Chinese President Xi Jinping after a long while. അദ്ദേഹം ഒരു ഷേക്ക് ഹാൻഡ് മോഡി പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കൊടുക്കുന്ന ഒരാൾക്കാർ അവിടെ പരിശോധിക്കും. ഇപ്പൊ നടക്കാൻ പോണത് കസാക്കിസ്ഥാന്റെ ക്യാപിറ്റലായ അസ്താനയിൽ വെച്ച്. ഇന്നലെ പറഞ്ഞാണ്, സോറി ഉസ്ബെക്കിസ്ഥാന്റെ അല്ലേ, ഉസ്ബെക്കിസ്ഥാൻ ക്യാപിറ്റൽ താഷ്കണ്ട് അല്ലേ, കസാക്കിസ്ഥാന്റെ ക്യാപിറ്റൽ ആണെന്നാണ് തോന്നുന്നത് അല്ലേ, കസാക്കിസ്ഥാനാണെന്നാണ് എന്റെ വിശ്വാസം. SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഉസ്ബെക്കിസ്ഥാൻ അല്ല, അതൊന്ന് നോക്കിക്കൊള്ളണേ. ഈ SCO സമ്മിറ്റ് എവിടെയാണ് നടക്കാൻ പോണത്? അസ്താനയിലാണ്. അസ്താന ഇസ് ദ ക്യാപിറ്റൽ ഓഫ്, ഒരു സെക്കൻഡ്, എല്ലാം ഓർത്ത് വയ്ക്കുന്നതാണ്, ചിലത് മറന്നു പോകും, സോറി. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞാണ്, ഇന്നലെ പറഞ്ഞ കറക്റ്റ് ആണ്, പക്ഷെ ഞാനിപ്പോ അത് മറന്നു. ഇന്നലെ എന്താണ് പറഞ്ഞത്? ഓൾറെഡി നിങ്ങൾക്ക് എൻ്റെ ആൻസർ അറിയായിരിക്കും. സാർ എന്താണ് നോക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ കസാക്കിസ്ഥാനിലാണ് ഈ പ്രാവശ്യത്തെ സമ്മിറ്റ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക, കസാക്കിസ്ഥാനിൽ വെച്ചാണ് ഇപ്രാവശ്യത്തെ സമ്മിറ്റ് നടക്കുന്നത്.
പിന്നീട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്രാവശ്യത്തെ ബ്രിക്സ് സമ്മിറ്റ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ഇവിടെ വെച്ച് നടക്കുന്നു. റഷ്യയിൽ വെച്ച് നടക്കുന്നു. ഇപ്പോഴത്തെ ബ്രിക്സ് സമ്മിറ്റ് റഷ്യയിൽ വെച്ച് നടക്കുന്നു. അതുപോലെ ഇപ്പോഴത്തെ G20 summit, G20. So India is a member of all these groupings, G20, BRICS, Shanghai Cooperation Organization, but India is not a member of G7. അപ്പോൾ ബ്രിക്സ് G20 സമ്മിറ്റ് ഇപ്രാവശ്യം നടക്കുന്നത് ബ്രസീലിൽ വെച്ചാണ്. ബ്രസീൽ ഈസ് ദ ഹോസ്റ്റ് ഓഫ് G20. പിന്നെ ഇത്രയൊക്കെയാണ്. ഇതിലൊക്കെ മോഡി പങ്കെടുക്കുന്നുണ്ട്. പിന്നെ UN ജനറൽ അസംബ്ലി മീറ്റിംഗ് ഉണ്ട്. അത് യുണൈറ്റഡ് നേഷൻസിലെ എല്ലാവരും മെമ്പേഴ്സ് ആണല്ലോ. അത് ന്യൂയോർക്കിൽ വെച്ചാണ്. UN ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക് അല്ലേ. അതിൽ പങ്കെടുക്കാനും മിക്കവാറും അദ്ദേഹം പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പേജിലുള്ള ന്യൂസുകൾ. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോ നേപ്പാൾ സീക്സ് ഇന്ത്യാസ് ഹെൽപ്പ് ടു സെറ്റപ്പ് ജൻ ഔഷധി കേന്ദ്രാസ് എന്നൊരു ന്യൂസ് ഉണ്ട്. നേപ്പാളും മൗറീഷ്യസും രണ്ട് രാജ്യങ്ങൾ റീസെന്റ് അപ്രോച്ച്ഡ് ഇന്ത്യ to set up Jan Aushadhi Kendras in their respective countries, Mauritius and Nepal. Mauritiusന്റെ പ്രൈം മിനിസ്റ്ററും നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ഇപ്പൊ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മോഡിയുടെ സ്വിയറിംഗ് ഇൻ സെറിമണിയോ അല്ലെങ്കിൽ ഓത്ത് ടേക്കിംഗ് സെറിമണിയിൽ പങ്കെടുക്കാൻ വന്നായിരുന്നല്ലോ. മൗറീഷ്യസിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ സ്റ്റിൽ ഐ വിൽ റിപ്പീറ്റ് ഓൺസ് അഗെയിൻ, നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി. പ്രവീന്ദ് ജുഗ്നൌത്ത്. മൗറീഷ്യസിന്റെ ക്യാപിറ്റൽ പോർട്ട് ലൂയിസ്, ഇങ്ങനെയാണെന്ന് തോന്നുന്നു സ്പെല്ലിംഗ്. പോർട്ട് ലൂയിസ്, മൗറീഷ്യസിന്റെ ക്യാപിറ്റൽ. പ്രവീന്ദ് ജുഗ്നൌത്ത് ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് Mauritius. He is a Indian origin man. ഓക്കെ, പിന്നീട് മറ്റടുത്ത നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് പ്രചണ്ഡ, ബട്ട് ഹിസ് റിയൽ നെയിം ഈസ് പുഷ്പ കമൽ ദഹൽ. പ്രചണ്ഡ എന്ന് വിളിക്കുന്നയാൾ. ജൻ ഔഷധി കേന്ദ്രം എന്താണ് നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങളുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വില്ലേജിലൊക്കെ ഒരു പക്ഷേ ജൻ ഔഷധി കേന്ദ്രസ് കാണും. ജനറിക് മെഡിസിൻസ് ലോ കോസ്റ്റിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സംരംഭമാണ് ജനൌഷധി കേന്ദ്ര. അത് പ്രധാനമന്ത്രി ജനൌഷധി സംതിങ് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതിന്റെ പ്രധാനമന്ത്രി ജനൌഷധി സ്കീം അങ്ങനെ എന്തോ ഒന്നും രണ്ടിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് അറിഞ്ഞിരിക്കുക. നേപ്പാളും മൗറീഷ്യസ് ഇന്ത്യ അപ്രോച്ച് ചെയ്തു. ഇന്ത്യയുടെ ഫ്രണ്ട്ലി നേഷൻസ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. സ്റ്റഡി റാങ്ക്സ് ഇന്ത്യ സെക്കൻഡ് ഇൻ നൈട്രസ് ഓക്സൈഡ് എമിഷൻ. നൈട്രസ് ഓക്സൈഡ് എമിഷന്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാം. വേൾഡിൽ ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നതിന്റെ ഒരു മെയിൻ റീസൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ കാർബൺ എമിഷൻ ആണെന്ന് നമുക്കറിയാം. കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ ഉൾപ്പെടുന്ന ഈ കാർബൺ എമിഷനെക്കാളും ഭയങ്കര പ്രോബ്ലം ഉള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പിന്നീട് ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. അതിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ, ചൈന കഴിഞ്ഞ ലോകത്തെ ഏറ്റവും കൂടുതൽ നൈട്രസ് ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലതല്ല കാര്യം നമ്മളുടെ എൻവയോൺമെന്റിന്. അതിനെ കുറിച്ചാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഗ്രോത്ത് ഡിപ്സ് ടു 3-month ലോ ഓഫ് 4.97%. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇൻഫ്ലേഷനെ കുറിച്ചായിരുന്നു, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ. ഇതിപ്പോ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്, അത് IIP എന്ന് പറയും. IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇതും കാൽക്കുലേറ്റ് ചെയ്യുന്ന NSO ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണെന്നാണ് എന്റെ വിശ്വാസം. IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, മീൻസ് ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. സോ ലാസ്റ്റ് മന്ത് ഇന്ത്യസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ IIP ഫിഗർ ഈസ് ഷോയിങ് അറൌണ്ട് 5%. അത് നല്ല ഫിഗർ ആണെന്ന് വെച്ചാൽ നല്ല ഫിഗറാണ്. ബട്ട് ആസ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇറ്റ് ഈസ് നോട്ട് പ്രീവിയസ്. എപ്പോഴും പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളുടെ ആ ഒരു സംഭവം പറഞ്ഞത്. ബട്ട് അപ്പൊ നമ്മൾ ആസ് കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ ഓഫ് 2023 ഈ ഒരു ഫിഗർ കുറച്ച് കുറഞ്ഞു പോയി. അപ്പൊ 5% ആണ് ഇപ്പോഴത്തെ നമ്മുടെ അത് എഴുതിയെന്ന് എടുക്കേണ്ട 5%. IIP എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഇന്ത്യസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. പിന്നെ IRDAയുടെ ഒരു ന്യൂസ് ഉണ്ട്. IRDA എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്റർ ആണ് IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ഹൈദരാബാദ്. പിന്നെ നമ്മളിവിടെ മുകളിൽ നോക്കാം, PLA കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. PLA ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സ്കീമാണ്. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. PLA, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. വാട്ട് ഈസ് ഇറ്റ്? പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. PLA പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് മീൻസ് Government of India selected some sectors like automobile, electronics, semiconductors, textiles, technical textiles, etc. These are some sectors of industry. These sectors were selected and government offered some incentives to start production facility in India. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എന്നിട്ട് ഒന്ന് പറയാം, യു ഇൻവെസ്റ്റ് ഇൻ സെമി കണ്ടക്ടർ ഫീൽഡ്. That minimum investment should be this much amount. The government of India പറയുന്നുണ്ട്. If you invest that much amount, then we will give you some amount back. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഒരു സംഭവം നമ്മൾ അങ്ങോട്ട് തിരിച്ചു തരും. ഗവൺമെന്റ് തന്നെ തിരിച്ചു തരും. ഗവൺമെന്റ് അങ്ങനെ ചെയ്തിട്ട് എന്തോ കാര്യം?
ഗവൺമെന്റ് അങ്ങനെ ചെയ്തിട്ട് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് ഇൻഡസ്ട്രീസ് കൂടുതലായിട്ട് വരുമ്പോൾ ഒരുപാട് വരുമാനം ഗവൺമെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇന്ത്യയിലൊരു സെമി കണ്ടക്ടർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല പ്രൊഡക്ഷൻ. അങ്ങനെ ഒരു ആഗോള ഹബ്ബായിട്ട് മാറാൻ പറ്റും അങ്ങനെയുള്ള സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസിന്റെ. ഒപ്പം നമ്മളുടെ യൂത്തിന് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യും. ഫോർ ദാറ്റ് ഓൺലി ഗവൺമെന്റ് ഈസ് ട്രൈങ് ടു give PLA, production linked incentives, to global investors and also for Indian investors to start business in some specific sectors of industries like automobile, semiconductor, electronics എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ കുറേ സെക്ടേഴ്സിലുണ്ട്. ഏതാണ്ട് 10ഓളം സെക്ടേഴ്സിൽ ബാറ്ററി സ്റ്റോറേജ് അങ്ങനെ കുറേ അതുണ്ട്. അപ്പോൾ അതാണ് PLA, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഗവൺമെന്റിന് അങ്ങോട്ട് പൈസ കൊടുക്കും ബിസിനസ് തുടങ്ങാൻ. അവർ കുറേ ഇൻവെസ്റ്റ് ചെയ്യണം, ബാക്കി ഗവൺമെന്റ് കൊടുക്കും. അത് സക്സസ്ഫുൾ ആണ് ആ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേൾഡ് പേജിൽ വരുമ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോന്റെ ഫോട്ടോയുടെ കാണാം. ഇമാനുവൽ മാക്രോനാണ് ഇപ്പം യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ നല്ല തിരിച്ചടി കിട്ടിയത്. അതുകൊണ്ട് അവിടെ സ്നാപ്പ് പോളൊക്കെ ഡിക്ലെയർ ചെയ്തേക്കാണ്. 2027 വരെ അദ്ദേഹം തന്നെ ആയിരിക്കും ഫ്രാൻസിന്റെ പ്രസിഡന്റ്. പക്ഷെ ഫ്രാൻസിലെ പാർലമെന്റ് ഇലക്ഷൻ അദ്ദേഹം ഡിക്ലെയർ ചെയ്തേക്കാണ്. അത് ചിലപ്പോൾ അദ്ദേഹത്തിനോട് തിരിച്ചടിയായിട്ട് വരും എന്തായാലും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മുഹമ്മദ് യൂനിസിന്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. മുഹമ്മദ് യൂനിസ് ആരെന്ന് അറിഞ്ഞിരിക്കണം. ബംഗ്ലാദേശി ആയിട്ടുള്ള ഒരേ ഒരു നോബൽ പ്രൈസ് വിന്നറേ ഉള്ളൂ, അത് മുഹമ്മദ് യൂനിസ് ആണ്. ഈ മുഹമ്മദ് യൂനിസ് തന്നെയാണ് മൈക്രോ ഫിനാൻസിംഗിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് മൈക്രോ ഫിനാൻസിംഗ്. മൈക്രോ ഫിനാൻസിംഗ് എന്ന് പറഞ്ഞാൽ ചെറുകിട ലോണുകൾ ഉണ്ടല്ലോ, മൈക്രോ ഫിനാൻസിംഗ്. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇന്ത്യയിലുണ്ട്. MFI എന്ന് പറയുന്ന സെക്ടർ തന്നെ ഇന്ത്യയിലുണ്ട്, മൈക്രോ ഫിനാൻസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹി ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് മൈക്രോ ഫിനാൻസിംഗ് ഇൻ ദ വേൾഡ്. അതായത് അദ്ദേഹം ഒരു ഗ്രാമീൺ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ബംഗ്ലാദേശിൽ ഉണ്ടാക്കി. അവിടുത്തെ സ്ത്രീകൾക്കൊക്കെ മൈക്രോ ഫിനാൻസ് കൊടുത്ത് അതങ്ങനെ ഭയങ്കര ഹ്യൂജ്ലി സക്സസ്ഫുൾ ആയി. ദാറ്റ് വാസ് റെപ്ലിക്കേറ്റഡ് ഇൻ മെനി പാർട്ട് ഓഫ് ദ വേൾഡ്, എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ. അപ്പം ആ മൈക്രോ ഫിനാൻസിംഗിന്റെ ആ ഒരു കോൺസെപ്റ്റിന്റെ ബേസിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ആയി കിട്ടിയത്. ബട്ട് നൗ ഹി ഈസ് ഫേസിംഗ് സം ബിഗ് കറപ്ഷൻ അലിഗേഷൻസ് ഇൻ ബംഗ്ലാദേശ് ആൻഡ് ഹി വാസ് പുട്ട് ബിഹൈൻഡ് ദ ബാർസ് ഫോർ സം ടൈം. ഹി വാസ് പുട്ട് ഇൻ ദ പ്രിസൺ ഫോർ സം ടൈം. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതിനടുത്ത പേജ് പോകുമ്പോൾ സ്പോർട്സ് പേജ്. നത്തിങ് ഈസ് ദെയർ ടു ഡിസ്കസ്. T20 എല്ലാ ദിവസത്തെയും പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ, അവിടെ വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് വീഡിയോ ഒക്കെ കണ്ട് നോട്ട്സ് ഒക്കെ എഴുതുക. അതല്ലാതെ നിങ്ങൾക്ക് പത്രം വായിക്കുന്ന പേര് നമ്മൾ ഈ വീഡിയോ കണ്ടാലും മതി. കാര്യം ഈ പത്രം വായിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഞാൻ പറയുന്നത് അല്ലാതെ കോമൺ മാന്റെ കാര്യമാണ്. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ആവുന്നതാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പത്രം ഇത് വീഡിയോ കാണുക, അതിനുശേഷം പത്രം വായിക്കുക. അപ്പോഴായിരിക്കും ഇത് ഇഫക്റ്റീവ്. അതല്ലാതെ ഇപ്പോൾ വെറുതെ എനിക്ക് തന്നെ അറിയാം, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ സ്ഥിരമായിട്ട് ഈ വീഡിയോ പുള്ളി ട്രാവൽ ചെയ്യുന്ന സമയത്ത് പിന്നീട് ഫോണിൽ പിന്നീട് വീഡിയോ അല്ല എൻ്റെ വോയിസ് കേൾക്കും. അപ്പോൾ അത് പത്രം വായിക്കുന്നതിന് പകരമാണ് നമ്മൾ സാർ ഒരു ദിവസം എന്നെ വിളിച്ച് ഫോണിൽ പറഞ്ഞിട്ടുണ്ട് വളരെ നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞൊക്കെ. അപ്പോൾ നിങ്ങളുടെ പേരൻസിനൊക്കെ ഇത് വായിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് എവറിത്തിങ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നമ്മളെ കുറിച്ചുള്ള ഗുഡ് വേർഡ്സ് മറ്റുള്ള ആൾക്കാരുടെ അടുത്തും പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഫോർ കമന്റിങ് ഇൻ ദ കമന്റ് സെക്ഷൻ. അപ്പോൾ എല്ലാവരും നോട്ടൊക്കെ എഴുതി നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.